പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമന്ന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹീത നിമിഷങ്ങൾക്കായിട്ട് കർത്താവിനെ വാഴ്ത്തുന്നു. ഈ പ്രഭാതവും ഈ പകലും കർത്താവ് നമുക്ക് ദാനമായി ഒരുക്കുന്നത് കൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന അനേക പ്രിയപ്പെട്ടവരിലേക്ക് ഇത് എത്തിക്കുന്ന എല്ലാ കരങ്ങളെയും കർത്താവ് ഇന്ന് പ്രഭാതത്തിലും അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, നമുക്ക് കർത്താവ് നൽകുന്ന ഈ ദിവസം നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ആരംഭിക്കാം. നമുക്ക് ദൈവവചന ചിന്തയോടുകൂടി ആരംഭിക്കാം. നമ്മുടെ ഇന്നത്തെ അതേ ഒരു ദിവസം മുഴുവനും ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മളെന്നുള്ള ഉത്തമ ബോധ്യത്തോടെ നമുക്ക് നീങ്ങാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായിരിക്കും. ഇന്ന് എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വാക്യം യെശയ്യാ 43:2 വാക്യം. യെശയ്യാ ചാപ്റ്റർ 43:2. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നമ്മളോട് കൂടെ ഇരിക്കും എന്നൊരു വാഗ്ദത്തം. വീണ്ടും എന്നെ ഈ വാക്യങ്ങൾ, ഇതുപോലെയുള്ള വാക്യങ്ങൾ പലപ്പോഴും ഞാൻ ഓർത്ത് അത് നോട്ട് ചെയ്ത് അല്ലെങ്കിൽ പല ആവർത്തി പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് നടക്കാറുണ്ട്. ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. ആരും നമ്മുടെ കൂടെ ഇരുന്നില്ലെങ്കിലും കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ, എല്ലാവർക്കും പരിചയമുള്ളൊരു വാക്യമാണ് യെശയ്യാ 43. വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അപ്പം ഞാൻ ഈ ഓർത്ത്, വെള്ളത്തിൽ കൂടി കിടക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല, സാധാരണമായിട്ട് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമല്ല. നാം എന്ത് ചെയ്യുന്നു? കരയിൽ കൂടി നടക്കാറുണ്ട്, നാം ജോലിക്ക് പോകാറുണ്ട്, നാം എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്ന മക്കൾ പഠിക്കാൻ പോകാറുണ്ട്. എന്നാൽ വെള്ളത്തിൽ കൂടി കിടക്കുക എന്ന് പറഞ്ഞാൽ അത് അല്പം അസാധാരണമായൊരു കാര്യമാണ്, അല്ലേ? ഒട്ടും നോർമലായി നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഈ അങ്ങനെ ഒരു വിഷയം, അത് വെള്ളം മാത്രമല്ല, അങ്ങനെ ഒരു കാര്യത്തിലൂടെ പോകേണ്ടി വന്നാലും എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരു ഒരു അനുഭവത്തിലൂടെ നമുക്ക് ചലിക്കേണ്ടി വന്നാലും നമ്മയുടെ കൂടെ ഇരിക്കുമെന്നൊരു വാഗ്ദത്തം നമ്മുടെ കർത്താവ് നൽകുകയാണ്. അല്ലെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്കിടെ ഹൃദയത്തിലൊരു ധൈര്യമുണ്ട്, ഞാൻ സാധാരണയിലപ്പുറം അസാധാരണമായ ചിലത്, അല്ലെങ്കിൽ നോർമലായി നടക്കുന്ന ഒരു കാര്യമല്ല, ഓർഡിനറിയായി പോകുന്ന ഒരു കാര്യമല്ല, ചില അസാധാരണത്വം, എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരികയോ സംഭവിക്കുകയോ, അല്ലെങ്കിൽ അതിലൂടെ നമ്മളൊക്കെ ചലിക്കേണ്ടതായിട്ട്, ഒന്ന് മൂവ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരുമ്പോൾ അവിടെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് കർത്താവ് എൻ്റെ കൂടെ ഇരിക്കും? ഒരു അസാധാരണമായ വഴികളിലൂടെ നടക്കുമ്പോൾ ഒരു അസാധാരണ ദൈവ സാന്നിധ്യവും എന്നൊക്കെ നമ്മൾ ദൈവദാസന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? നമ്മൾ പലരും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഉറപ്പിക്കുന്ന വാക്കുകളല്ലേ, അല്ലേ? അപ്പോൾ അതിലേക്ക് ആ ഒരു അസാധാരണമായ ഒരു ദൈവിക പ്രവൃത്തി നമുക്ക് കാണുവാൻ അദ്ദേഹം സാധിക്കും. ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് പ്രഭാതത്തിലും നമ്മോട് പറയുകയാണ്, when thou pass through the waters I will be with you. ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. നീ വെള്ളത്തിൽ കൂടി പോകുമ്പോൾ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. കർത്താവ് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, സാധാരണയിൽ കവിഞ്ഞ് അപ്പുറമായി എന്തോ ഒരു കാര്യത്തിലൂടെ ഞങ്ങൾ പോകുന്നുണ്ടോ, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അസാധാരണമായൊരു ദൈവപ്രവൃത്തി, ഇതുവരെയും കാണാത്തത്, അസാധാരണമായൊരു ദൈവ സാന്നിധ്യം, അസാധാരണമായൊരു ദൈവശക്തി, ദൈവത്തിൻ്റെ കൃപയും അഭിഷേകവും ഈ വിഷയത്തിനകത്ത് നിങ്ങളുടെ മേൽ ചൊരിയും. കർത്താവ് കൂടെയോട് പ്രാർത്ഥിക്കാം. പിതാവേ, വചനത്തിൻ്റെ സ്തോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.